ഹായ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യം കൂടെ നമുക്ക് ഇപ്രാവശ്യം നോക്കിയാലോ. വാ, നമുക്ക് ആദ്യമായിട്ട് നോക്കാനുള്ളത് എ സിയും ഡി സിയും തമ്മിലുള്ള വ്യത്യാസമാണ്. സമയമില്ല, സെപ്റ്റംബർ 30 എന്നുള്ള എക്സാം ഡേറ്റ് മുമ്പിലുണ്ട്. നമുക്ക് കറക്റ്റായിട്ട് പഠിച്ചു പോകണം. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വളരെ സിമ്പിൾ ആയിട്ടും പക്ഷെ വേഗത്തിൽ നിങ്ങൾക്ക് അടുത്ത് എത്തിക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. നോക്കിക്കൊള്ളുക, എ സിയും ഡി സിയും തമ്മിലുള്ള വ്യത്യാസം, എ സിയും ഡി സിയും തമ്മിലുള്ള ബേസിക് ആയിട്ടുള്ള എന്തൊക്കെ വ്യത്യാസങ്ങളാണുള്ളത്, എന്തൊക്കെയാണ് അതിൻ്റെ എന്താ പറയുക, താരതമ്യം ചെയ്ത് നമുക്കൊന്ന് നോക്കാം എന്തൊക്കെയാണുള്ളതെന്ന്. ജസ്റ്റ് നോക്കാം. എ സി എന്ന് വെച്ചാൽ ആൾട്ടർനേറ്റിംഗ് കറണ്ട് എന്നാണ് ഫുൾ ഫോം. എന്താണ് ആൾട്ടർനേറ്റിംഗ് കറണ്ട് എന്നാണ് ഫുൾ ഫോം. അങ്ങനെയാണെങ്കിൽ ഡി സി എന്തായിരിക്കും? ഡയറക്റ്റ് കറണ്ട് ആയിരിക്കും. ഡയറക്റ്റ് കറണ്ട് ആയിരിക്കും. ഡയറക്റ്റ് കറണ്ട് ആയിരിക്കും. അപ്പൊ എ സി ആൾട്ടർനേറ്റിംഗ് കറണ്ട്, ഡി സി ഡയറക്റ്റ് കറണ്ട്. എ സി ആൾട്ടർനേറ്റിംഗ് കറണ്ട്, ഡി സി ഡയറക്റ്റ് കറണ്ട്. ആലോചിച്ച് വെച്ചേക്കുക. ഫ്രീക്വൻസി നമ്മൾ പണ്ട് തൊട്ടേ കേൾക്കുന്ന പദമാണ്, 8ാം ക്ലാസ് തൊട്ടേ കേൾക്കുന്ന, ഫിസിക്സ് കേൾക്കുന്ന പദമാണ് ഫ്രീക്വൻസി എന്നുള്ളത്. ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ജസ്റ്റ് പറയുകയാണ്, നമ്പർ ഓഫ് സൈക്കിൾസ് പെർ സെക്കൻഡ് എന്നാണ് പറയുന്നത്. നമ്പർ ഓഫ് സൈക്കിൾസ് പെർ സെക്കൻഡ് എന്നാണ് പറയുന്നത്. ഫ്രീക്വൻസിയുടെ യൂണിറ്റ് ആദ്യത്തെ ക്ലാസ് നോക്കിയാൽ മതി, ഹെഡ്സ് ആണ്. ഹെൻറിച്ച് ഹെഡ്സിന്റെ സ്മരണാർത്ഥമായിട്ട് ഹെഡ്സ് ആണ് ഫ്രീക്വൻസിക്ക് യൂണിറ്റ് ആയിട്ട് കൊടുത്തേക്കുന്നത്. ഈ ഫ്രീക്വൻസി എ സിക്ക് എത്രയാണെന്ന് വെച്ചാൽ ഓരോരോ രാജ്യങ്ങൾ അനുസരിച്ചാണ് ഫ്രീക്വൻസി ഡിസൈഡ് ചെയ്യുന്നത്. ഇന്ത്യ എന്ന് പറയുന്നത് നമ്മുടെ മഹാരാജ്യത്തിലെ ഫ്രീക്വൻസി എത്രയാണെന്ന് വെച്ചാൽ 50 ഹെഡ്സ് ആണ്. 50 ഹെഡ്സ് ആണ്. 50 ഹെഡ്സ് ആണ്. ഡി സിയുടെ ഫ്രീക്വൻസി എത്രയാണ്? ഡി സിക്ക് ഫ്രീക്വൻസി ഉണ്ടോ? ഡി സിക്ക് ഫ്രീക്വൻസി ഇല്ല, 0 ആണ്. കാരണം ആലോചിച്ച് വെച്ചേക്കുക, നമ്പർ ഓഫ് സൈക്കിൾസ് പെർ സെക്കൻഡ് ആണ് ഫ്രീക്വൻസി. നമ്പർ ഓഫ് സൈക്കിൾസ് പെർ സെക്കൻഡ് ആണ് ഫ്രീക്വൻസി. ഇവിടെ 0, നമ്മുടെ സൈൻ വേവ് വരയ്ക്കുക, അല്ലെങ്കിൽ എ സിയുടെ വേവ് വരയ്ക്കുകയാണെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ വരയ്ക്കുമ്പോൾ ഇവിടെ 0, ഇവിടെ 90, ഇവിടെ 180, ഇവിടെ 270, ഇവിടെ 360. ഓക്കെ, ഇങ്ങനെയാണ് വരുന്നത്. ഈ 0 മുതൽ 360 വരെ എടുക്കുമ്പോഴാണ് 1 സൈക്കിൾ ആവുന്നത്. അങ്ങനെ 1 എണ്ണുന്ന ഒരു സെക്കൻഡില് 50 സൈക്കിൾസ് ഉണ്ടാവും ഇന്ത്യയിൽ എ സിക്ക്. 50 സൈക്കിൾസ് ഉണ്ടാവും 1 എന്നെഴുതുന്ന ഒറ്റ സെക്കൻഡിൽ എന്നാണ് അവിടെ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഡി സിയിൽ നോക്കുക. ഡി സിയിൽ ഫ്രീക്വൻസി 0 ആണെന്ന് പറഞ്ഞു. കാരണം ഡി സിയിൽ എന്താ പറയാ, ഗ്രാഫ് എന്ന് പറയുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. അവിടെ സൈക്കിൾസ് ഒന്നും ഉണ്ടാക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഇവിടുത്തെ ഫ്രീക്വൻസി 0 ഹെഡ്സ് ആയിട്ട് തുടരുന്നത്. 0 ഹെഡ്സ് ആണ് ഡി സിയുടെ ഫ്രീക്വൻസി എന്ന് ആലോചിച്ച് വെച്ചേക്കുക. ഇനി അടുത്ത പറയുകയാണെങ്കിൽ ഗ്രാഫിനെ പറ്റി പറയാം. ഗ്രാഫിനെ പറ്റി പറയുകയാണെങ്കിൽ എ സിയുടെ ഗ്രാഫിനെ നമ്മൾ വിളിക്കുന്നത് സൈൻ വേവ് എന്നാണ്. എ സിയുടെ ഗ്രാഫിനെ നമ്മൾ വിളിക്കുന്നത് എന്താണ്? സൈൻ വേവ് എന്നാണ്. ഇതാണ് സൈൻ വേവ്. ആലോചിച്ച് വെച്ചേക്കുക. എ സിയെ നമ്മൾ ഇങ്ങനെ സൈൻ വേവ് ഇട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് ആലോചിച്ച് വെച്ചേക്കുക. അങ്ങനെയാണെങ്കിൽ ഡി സിയുടെ വേവ് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഗ്രാഫ് എങ്ങനെയാണ്? സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും എന്ന് ആലോചിച്ച് വെച്ചേക്കുക. ഓക്കെ, അപ്പൊ ഗ്രാഫിന്റെ കാര്യം കഴിഞ്ഞു. ഇനി ഒരു കാര്യം കൂടെ ആലോചിച്ചോ. നമ്മുടെ കെ എസ് ഇ ബിയിൽ ഉപയോഗിക്കുന്നത് എന്തിനാണ്? ട്രാൻസ്മിഷന് വേണ്ടിയിട്ടാണ്. കെ എസ് ഇ ബി എന്തിനു യൂസ് ചെയ്യുന്നു എന്നാണ് ചോദിച്ചേക്കുന്നത്. കെ എസ് ഇ ബി ഉപയോഗിക്കുന്നത് എന്തിനാണ്? ട്രാൻസ്മിഷൻ. വീടുകളിലേക്കും ഇൻഡസ്ട്രിയിലേക്കും ഇൻസ്റ്റിറ്റ്യൂഷനിലേക്കൊക്കെ എന്ത് ചെയ്യാനാണ്? കറണ്ടിനെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത്? ട്രാൻസ്മിഷന് വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത്? എ സി ഉപയോഗിക്കുന്നതെങ്കിൽ ഡി സി ഉപയോഗിക്കുന്നത് സബ് സ്റ്റേഷനുകളിലെ റിലേസിന് വേണ്ടിയിട്ടാണ്. റിലേസിനെ പ്രവർത്തിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കെ എസ് ഇ ബി ഡി സിയെ ഉപയോഗിക്കുന്നതെന്ന് ആലോചിച്ച് വെച്ചേക്കുക. നമ്മുടെ വിവിധ തരം ഇലക്ട്രോണിക് അപ്ലയൻസസ് വർക്ക് ചെയ്യുന്നത് എന്തിലായിരിക്കും? ഇലക്ട്രോണിക് അപ്ലയൻസസ് എല്ലാം വർക്ക് ചെയ്യുന്നത് ഡി സിയിലായിരിക്കും എന്ന് ആലോചിച്ച് വെച്ചേക്കാം. ഫോർ എക്സാമ്പിൾ ടി വി നമ്മുടെ മൊബൈൽ ചാർജർ റെക്ടിഫൈ ചെയ്ത് മൊബൈലിലേക്ക് ചാർജ് ചെയ്യുന്ന അത് ഏത് കറണ്ടാണ്? ഡി സി കറണ്ടാണ്. അതായത് നമ്മുടെ അഡാപ്റ്റർ കുത്തുമ്പോഴത്തേക്ക് എ സി ആണ് അഡാപ്റ്റർ ഇൻടേക്ക് ചെയ്യുന്നതെങ്കിലും നമ്മുടെ മൊബൈലിലെ ചാർജറിന്റെ ആ വള്ളി കൂടി മൊബൈലിലേക്ക് എത്തുന്നത് എന്താണ്? ഡി സി ആണെന്ന് ആലോചിച്ച് വെച്ചേക്കുക. ടിവികളില് അങ്ങനത്തെ ഇലക്ട്രോണിക് അപ്ലയൻസസിലെല്ലാം എന്തായിരിക്കും? ഡി സി ആയിരിക്കും ഒരു പ്രധാന പങ്ക് വഹിക്കുന്നതെന്ന് ആലോചിച്ച് വെച്ചേക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളും മാത്രമാണ് പറഞ്ഞു പോകുന്നത്. എ സി ആൻഡ് ഡി സിയുടെ പ്രത്യേകതകൾ അല്ലെങ്കിൽ അതിന്റെ വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ബേസിക് ആയിട്ടുള്ള ഐഡിയ. ഇവിടെ ഫ്രീക്വൻസിയുടെ കാര്യം ആലോചിച്ച് വെച്ചേക്കുക. അത് മാത്രമാണ് എടുത്ത് പറയാനുള്ളത്. ഇനി കുറച്ച് കാര്യങ്ങൾ പറയുവാണ്. കണ്ടക്ടർ, സെമി കണ്ടക്ടർ, ഇൻസുലേറ്റർ. കറണ്ടിനെ പൂർണ്ണമായും കടത്തിവിടുന്ന ആൾക്കാരെ നമ്മൾ എന്തെന്ന് പറയും? കണ്ടക്ടേഴ്സ് എന്ന് പറയും. ഏറ്റവും പ്രധാനപ്പെട്ട 3 കണ്ടക്ടേഴ്സിന്റെ പേര് ആലോചിച്ച് വെച്ചേക്കുക. അലൂമിനിയം, കോപ്പർ, അയൺ. 3 പിന്നെ നമുക്ക് എന്തൊക്കെ പറയാം? ഗോൾഡ് പറയാം, സിൽവർ പറയാം, അങ്ങനെ കുറെ കാര്യങ്ങൾ നമുക്ക് പറയാനായിട്ട് പറ്റും.
പ്രധാനപ്പെട്ട മിക്കുള്ള മെറ്റൽസും എന്ത് തന്നെയായിരിക്കും? കണ്ടക്ടേഴ്സ് തന്നെയായിരിക്കും. ഈ പേരുകൾ ആലോചിച്ച് വെച്ചേക്കുക. അലൂമിനിയം ഒരു കണ്ടക്ടർ ആണ്, കോപ്പർ ഒരു കണ്ടക്ടർ ആണ്, അയണും ഗോൾഡും സിൽവറും എന്താണ്? നല്ല മികച്ച കണ്ടക്ടേഴ്സ് തന്നെയാണ് എന്ന് ആലോചിച്ച് വെച്ചേക്കുക. കണ്ടക്ടിവിറ്റി ഏറ്റവും കൂടുതലുള്ള ലോഹം ഏതെന്ന് ചോദിച്ചാൽ 1 മാർക്കാണ്. സിൽവർ ആണ്. കണ്ടക്ടിവിറ്റി ഏറ്റവും കൂടുതലുള്ള ലോഹം ഏതാണ്? സിൽവർ ആണ്. അങ്ങനെയാണെങ്കിൽ ആലോചിച്ച് വെച്ചേക്കുക. KSEB ട്രാൻസ്മിഷൻ ലൈനുകളിൽ ഉപയോഗിക്കുന്നത് അലൂമിനിയം ആണെന്ന് ആലോചിച്ച് വെച്ചേക്കുക. എർത്തിന്റെ ക്രസ്റ്റിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മെറ്റൽ ഏതാണ്? അലൂമിനിയമാണ്. സോ അലൂമിനിയത്തിൽ നമുക്ക് ചീപ്പറായിട്ട് ഉണ്ടാക്കാൻ പറ്റും. ചീപ്പറായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റും. അലൂമിനിയത്തിന്റെ അയിരായിട്ടുള്ള ബോക്സൈറ്റിനെ നമുക്ക് എന്ത് ചെയ്യും? സുലഭമായിട്ട് ലഭ്യമാകുന്നത് കൊണ്ട് ഇത് ബാക്കിയുള്ളതിനെ താരതമ്യം ചെയ്യുമ്പോൾ ചീപ്പറാണ്. അതുകൊണ്ടാണ് അലൂമിനിയത്തിനെ KSEB ട്രാൻസ്മിഷന് വേണ്ടി ഉപയോഗിക്കുന്നതെന്ന് ആലോചിച്ച് വെച്ചേക്കാം. KSEBയുടെ ട്രാൻസ്മിഷൻ ലൈനുകളിൽ ഉപയോഗിക്കുന്ന ലോഹം ഏതെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ കണ്ടക്ടർ ഏതെന്ന് ചോദിച്ചാൽ എന്താണ്? അലൂമിനിയമാണ്. ഏറ്റവും കൂടുതൽ കണ്ടക്ടിവിറ്റി ഉള്ള ലോഹം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? സിൽവർ ആണെന്ന് ആലോചിച്ച് വെച്ചേക്കുക. ഓക്കെ, സിൽവർ ആണെന്ന് ആലോചിച്ച് വെച്ചേക്കുക. അങ്ങനെയാണെങ്കിൽ കണ്ടക്ടറിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അടുത്ത പറയാണ് സെമി കണ്ടക്ടേഴ്സ്. പാർഷ്യലായിട്ട്, ഭാഗികമായിട്ട് കറണ്ടിനെ കടത്തിവിടുന്ന ആൾക്കാരെ നമുക്ക് എന്തെന്ന് പറയാം? സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയാം. സിലിക്കൺ, ജർമേനിയം മുതലായവ. സിലിക്കൺ, ജർമേനിയം, ഗാലിയം, അങ്ങനെ കുറെ സാധനങ്ങളുണ്ട്. സിലിക്കൺ, ജർമേനിയം മസ്റ്റ് ആയിട്ട് പഠിച്ചു വെച്ചേക്കാം. ഇവന്മാരെ നമ്മൾ എന്തായിട്ട് യൂസ് ചെയ്യും? സെമി കണ്ടക്ടർ ആയിട്ട് യൂസ് ചെയ്യും. ഇവനെ ഓർത്ത് വെച്ചോ. സോളാർ പാനലുകളിൽ യൂസ് ചെയ്യുന്ന സെമി കണ്ടക്ടർ ഏതാണ്? 1 മാർക്ക്. PSCയുടെ ഫേവറേറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഏതായിരിക്കും? സിലിക്കൺ ആയിരിക്കും. സോളാർ പാനൽ മാത്രമല്ല, മൊബൈൽ ചിപ്പ്. ഓക്കെ, മൊബൈൽ ചിപ്പ്, സിം എന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് വെച്ചിരുന്നാലും മതി. മൊബൈൽ ചിപ്പ്, സോളാർ പാനൽ എന്നിവയിലൊക്കെ യൂസ് ചെയ്യുന്നത് ഏതാണ്? സിലിക്കൺ സെമി കണ്ടക്ടർ ആണെന്ന് ആലോചിച്ച് വെച്ചേക്കുക. സിലിക്കൺ സെമി കണ്ടക്ടർ ആണെന്ന് എന്ത് ചെയ്യുക? ആലോചിച്ച് വെച്ചേക്കുക. ഈ ജർമേനിയം ആണ് പഴയ റേഡിയോയിലൊക്കെ ജർമേനിയമാണ് യൂസ് ചെയ്തിരുന്നതെന്നും ആലോചിച്ച് വെച്ചേക്കുക. അപ്പൊ സിലിക്കൺ, ജർമേനിയം എന്നിവ സെമി കണ്ടക്ടേഴ്സ് ആണ് എന്ന് ആലോചിച്ച് വെച്ചേക്കുക. ഓക്കെ, അടുത്തതാണ് നമ്മുടെ ഇൻസുലേറ്റർ എന്ന് പറയുന്നത്. വൈദ്യുതരോധി എന്ന് പറയുന്നത്, അഥവാ കറണ്ടിനെ കടത്തി വിടാത്ത ആൾക്കാരെ നമുക്ക് എന്തെന്ന് പറയാം? ഇൻസുലേറ്റർ എന്ന് പറയാം. കറണ്ടിനെ കടത്തി വിടാത്ത ആൾക്കാരെ നമുക്ക് എന്തെന്ന് പറയാം? ഇൻസുലേറ്റർ എന്ന് പറയാം. ഇൻസുലേറ്ററിന്റെ എക്സാമ്പിൾ ആരൊക്കെയാണ്? നിങ്ങൾക്ക് തന്നെ അറിയാം. റബ്ബർ ഉണ്ടല്ലേ, നമ്മൾ റബ്ബർ മാറ്റ്സ് ഉപയോഗിക്കും. റബ്ബർ ഉണ്ട്. പിന്നെ ആരാ ഉള്ളത്? PVC, ഇമ്പോർട്ടന്റ് ആണ്. PVC, പോളി വിനൈൽ ക്ലോറൈഡ് എന്ന് പറയുന്ന PVC എന്താണ്? പോളി വിനൈൽ ക്ലോറൈഡ് എന്ന് പറയുന്ന PVC എന്താണ്? ഇൻസുലേറ്റർ ആണ്. വൈദ്യുതരോധി ആണെങ്കിൽ ഒരാളെ കൂടെ പഠിച്ചോ, തടി. വുഡും എന്താണ്? വൈദ്യുതരോധിയാണ്. വൈദ്യുതിയെ കടത്തിവിടാത്ത ആളാണെന്ന് മാത്രം എന്ത് ചെയ്യുക? ആലോചിച്ച് വെച്ചേക്കുക. അപ്പൊ നമ്മൾ കണ്ടക്ടർ എന്താണ്? സെമി കണ്ടക്ടർ എന്താണ്? ഇൻസുലേറ്റർ എന്താണ്? അതിന്റെ ബേസിക് ആയിട്ടുള്ള എന്തൊക്കെയാണ് എക്സാമ്പിൾസ് നമ്മൾ പറഞ്ഞു. ഇനി ഒരു കാര്യം കൂടെ പറയാനുണ്ട്. എങ്ങനെ ഈ കണ്ടക്ടർ, സെമി കണ്ടക്ടർ, ഇൻസുലേറ്ററിനെ തിരിക്കും? ഇപ്പൊ നിങ്ങൾക്ക് ജർമേനിയം തന്നിട്ടില്ല, അയൺ തന്നിട്ടില്ല, വുഡ് എന്ന് തന്നിട്ടില്ല. അപ്പൊ പകരം ഒരു അറ്റോമിക് കോൺഫിഗറേഷൻ തന്നിട്ട് ഈ തന്നിരിക്കുന്ന സാധനം കണ്ടക്ടർ ആണോ, ഇൻസുലേറ്റർ ആണോ, സെമി കണ്ടക്ടർ ആണോ എന്ന് വെച്ചാൽ നിങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കും? നോക്കാം. അപ്പൊ നമ്മൾ പറഞ്ഞു കണ്ടക്ടർ, സെമി കണ്ടക്ടർ, ഇൻസുലേറ്റർ. ഓക്കെ, അപ്പോ കണ്ടക്ടർ, സെമി കണ്ടക്ടർ, ഇൻസുലേറ്ററിന്റെ പ്രധാനപ്പെട്ട എക്സാമ്പിൾസ് നമുക്ക് ഒന്നുകൂടെ പറയാം. ഗോൾഡ് ഉണ്ട്, സിൽവർ ഉണ്ട്, അയൺ ഉണ്ട്, പിന്നെ ഏതൊക്കെയാ ഉള്ളതാണ്? അലൂമിനിയം ഉണ്ട്, കോപ്പർ ഉണ്ട്. അപ്പൊ ഇങ്ങനത്തെ മെറ്റൽസ് ഒക്കെ എന്താണ്? പക്ക കണ്ടക്ടേഴ്സ് ആണ് നമുക്കറിയാം. അങ്ങനെയെങ്കിൽ സെമി കണ്ടക്ടർ ആയിട്ട് നമ്മൾ പറയുകയാണ് സിലിക്കൺ, ജർമേനിയം, ഇതൊക്കെ പഠിച്ചു വെച്ചേക്കുക. ഇനി ഇൻസുലേറ്റർ ആയിട്ട് നമ്മൾ പറഞ്ഞ ഏതൊക്കെയാണ്? വുഡ് ഉണ്ട്, PVC, പോളി വിനൈൽ ക്ലോറൈഡ്, PVC ഉണ്ട്. പിന്നെ ആരാ ഉള്ളത്? വുഡ് ഉണ്ട്, PVC ഉണ്ട്. ഗ്ലാസ് പറയാം. ഒരു പ്രത്യേക ഗ്രേഡിൽ കൂടിയ പ്ലാസ്റ്റിക് പറയാം. പിന്നെ നമുക്ക് ആരെ പറയാം? റബ്ബർ പറയാം. പ്രധാനമായിട്ട് നിത്യമായിട്ട് നമ്മൾ ജീവിതത്തിൽ കാണപ്പെടുന്ന സാധനങ്ങളാണ് ഈ പറഞ്ഞേക്കുന്ന കാര്യങ്ങളൊക്കെ. ഇതൊക്കെ വൈദ്യുതരോധികളാണ് അല്ലെങ്കിൽ ഇൻസുലേറ്റേഴ്സ് ആണെന്ന് ആലോചിച്ച് വെച്ചേക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ ചോദ്യം ഇപ്പൊ നിങ്ങൾ ചോദിക്കുവാണ്, താഴെ തന്നിരിക്കുന്നതിൽ ജർമേനിയം, താഴെ തന്നിരിക്കുന്നതിൽ സെമി കണ്ടക്ടർ ഏതാണ്? അതിനകത്ത് സിലിക്കണോ ജർമേനിയം ഒക്കെ ആയിരിക്കും ഓപ്ഷൻ ആയിട്ട് വരിക. അല്ലെങ്കിൽ താഴെ തന്നിരിക്കുന്നതിൽ കണ്ടക്ടേഴ്സ് അല്ലാത്തത് ഏതാണ്? അങ്ങനെയൊക്കെ ചോദിക്കാം. അപ്പൊ ഈ പ്രധാനപ്പെട്ട ഇത്രയും എക്സാമ്പിൾ എങ്കിലും എന്ത് ചെയ്യുക? പഠിച്ചു വെച്ചേക്കുക എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ വേറൊരു ഐഡിയ പറയുവാണ്. കണ്ടക്ടർ, സെമി കണ്ടക്ടർ, ഇൻസുലേറ്റർ ഇങ്ങനെ തന്ന് ചോദിക്കാതെ PSCക്ക് വേണമെങ്കിൽ ഒന്ന് ടഫാക്കി പിടിക്കാം. വേറൊന്നുമല്ല,
വാലൻസ് ഷെല്ലിൽ അവസാനത്തെ ഷെല്ലിൽ 3 ഇലക്ട്രോൺസ് ഉണ്ട്. അവസാനത്തെ ഷെല്ലിൽ 3 ഇലക്ട്രോൺസ് ഉണ്ട്. ഇവൻ കണ്ടക്ടർ ആണോ, സെമി കണ്ടക്ടർ ആണോ, ഇൻസുലേറ്റർ ആണോ? ഇവൻ കണ്ടക്ടർ ആണോ, സെമി കണ്ടക്ടർ ആണോ, ഇൻസുലേറ്റർ ആണോ? അപ്പൊ കറണ്ട് കട്ടായിരുന്നു, അതുകൊണ്ടാണ് ഗ്യാപ്പ് വന്നത്. നോക്കിക്കൊള്ളുക, നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് കണ്ടക്ടർ എന്ന് പറയുന്നതിന്റെ ഇപ്പൊ എ എന്ന് പറയുന്ന ഒരു ആറ്റം കണ്ടക്ടർ ആണോ എന്ന് അറിയാനായിട്ട് അറിഞ്ഞിരിക്കുക അതിന്റെ വാലൻസ്, അതായത് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 3 ഇലക്ട്രോൺസ് വേണം പ്യൂർ കണ്ടക്ടർ ആയിട്ടിരിക്കാൻ. അല്ലെങ്കിൽ കണ്ടക്ട് ചെയ്യുന്ന ഒരു മെറ്റൽ ആയിരിക്കാൻ വേണ്ട അതിന്റെ വാലൻസ് ഇലക്ട്രോൺ വേണ്ടത് എത്രയാണ്? 1 to 3 ആണ്, അല്ലെങ്കിൽ 3 ആണ് പ്യൂർ ആയിട്ടുള്ള കണ്ടക്ടർ എന്നൊക്കെ ആലോചിച്ച് വെച്ചേക്കുക. ഓക്കെ, നേരത്തെ കറണ്ടിനൊരു ബ്രേക്ക് വന്നായിരുന്നില്ലല്ലോ. ഓക്കെ, നേരത്തെ കറണ്ട് ഒരു ബ്രേക്ക് വന്നായിരുന്നു, അതുകൊണ്ടാണ്. അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന കണ്ടക്ടർ ആണെന്ന് എക്സാമ്പിൾ തരാതെ നമ്മളോട് എങ്ങനെ ചോദിക്കാം എന്നുള്ളതാണ്. ഒന്ന് ആലോചിക്കുക, എ എന്ന് പറയുന്ന ജസ്റ്റ് ഒരു ആറ്റത്തിന്റെ തിരയാണ്. ഇവൻ കണ്ടക്ടർ ആണോ, സെമി കണ്ടക്ടർ ആണോ, ഇൻസുലേറ്റർ ആണോ എന്നൊക്കെ അറിയാനായിട്ട് അറിഞ്ഞിരിക്കുക വാലൻസ് ഓർബിറ്റിൽ അല്ലെങ്കിൽ വാലൻസ് ഷെല്ലിൽ, അവസാനത്തെ ഷെല്ലിൽ 1 മുതൽ 3 വരെ ഇലക്ട്രോൺസ് ആണെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം? കണ്ടക്ടർ എന്ന് പറയാം. ഓക്കെ, 4 മുതൽ 6 വരെ ആണെങ്കിൽ എന്തെന്ന് നമുക്ക് പറയാൻ പറ്റും? സെമി കണ്ടക്ടർ എന്ന് പറയാൻ പറ്റും. ആൾമോസ്റ്റ് ഔട്ടർ വാലൻസ് ഷെൽ അല്ലെങ്കിൽ വാലൻസ് ഷെൽ അല്ലെങ്കിൽ ഔട്ടർ ഷെൽ ആൾമോസ്റ്റ് ഫിൽ ആണെങ്കിൽ 8 ഒക്കെ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം? ഇൻസുലേറ്റർ. നമ്മൾ ചോദിക്കുകയാണ് എ എന്ന് പറഞ്ഞ ഒരു ആറ്റം അതിന്റെ വാലൻസ് ഷെല്ലിലെ ഇലക്ട്രോണിന്റെ നമ്പർ 8 ആണ്, ഇതൊരു കണ്ടക്ടർ ആണോ, സെമി കണ്ടക്ടർ ആണോ, ഇൻസുലേറ്റർ ആണോ എന്ന് ചോദിച്ചാൽ നമ്മൾ എന്തെന്ന് പറയും? ഇൻസുലേറ്റർ എന്ന് പറയും. ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എന്താണ്? 1 ഇലക്ട്രോൺ ആണുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇതൊരു കണ്ടക്ടർ ആണോ, സെമി കണ്ടക്ടർ ആണോ, ഇൻസുലേറ്റർ ആണോ? കണ്ടക്ടർ ആണ്. അങ്ങനെയാണെങ്കിൽ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 6 ഇലക്ട്രോൺസ് ആണുള്ളത്, അല്ലെങ്കിൽ 4 ഇലക്ട്രോൺസ് ആണുള്ളതെങ്കിൽ കറക്റ്റ് ആയിട്ട് നമുക്ക് 4നെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള സെമി കണ്ടക്ടർ എന്ന് പറയാം. സെമി കണ്ടക്ടർ ആണെന്ന് ആലോചിച്ച് വെച്ചേക്കുക. ഓക്കെ, ഇനി അലൂമിനിയം ജസ്റ്റ് ഒന്ന് എടുക്കുവാണ്. അലൂമിനിയത്തിന്റെ അറ്റോമിക് നമ്പർ 13 ആണ്. ആദ്യത്തെ ഷെല്ലിൽ 2 ആണ് ഉൾക്കൊള്ളുന്നത്, രണ്ടാമത്തെ ഷെല്ലിൽ 8 എണ്ണം ഉൾക്കൊള്ളും. 2, 8 അങ്ങനെയാണ് പോകുന്നത്. ഓക്കെ, 2, 3, 4, 5, 6, 7, 8. ഓക്കെ, ഇനി ലാസ്റ്റ് വരുന്ന ഷെല്ലിൽ എത്ര എണ്ണം ഉൾക്കൊള്ളും? ഇപ്പൊ 2, 8, 10 ആയി. പിന്നെ എത്രയാണ് ബാലൻസ് ഷെല്ലിൽ ഉൾക്കൊള്ളുന്നത്? 3 എണ്ണമല്ലേ? 3 എണ്ണമാണ്. അപ്പൊ അലൂമിനിയം എന്താണ്? ഒരു കണ്ടക്ടർ ആണ്, ഒരു കണ്ടക്ടർ ആണ്. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണ്ടുപിടിക്കാൻ പറ്റും. നിങ്ങൾ ബേസിക് ആയിട്ട് ആദ്യം പറഞ്ഞ കാര്യങ്ങൾ മാത്രം ഓർത്ത് വെച്ചേക്കുക. നേരത്തെ ഒരു സർക്യൂട്ടിലെ ഫാൾട്ട് കറണ്ടിനെ നമുക്ക് അവിടുന്ന് പിടിച്ച് എർത്തിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോസസ്സിന് നമ്മൾ പറയുന്ന പേരാണ് എർത്തിങ്. ഓക്കെ, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറഞ്ഞു പോകുന്നുള്ളൂ, നിങ്ങൾക്ക് ആവശ്യമുള്ള മാത്രമേ പറയുന്നുള്ളൂ, ഡീറ്റെയിൽ ആയിട്ട് വാരി വലിക്കുന്നില്ല. എർത്തിങ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. 2 ടൈപ്പ് എർത്തിങ് ആണ് പ്രധാനമായിട്ടുള്ളത്. 2 അല്ല, അതിൽ കൂടുതലും ഉണ്ട്. 2 ടൈപ്പ് എർത്തിങ് നമുക്ക് നമ്മൾ IT ലെവലിൽ പഠിക്കുന്നുണ്ട്. അതൊക്കെയാണ് പൈപ്പ്, പ്ലേറ്റ്, പിന്നെ വേറെ കുറെ ഉണ്ട്, മാറ്റ് എർത്തിങ്, അങ്ങനെ കുറെ ഉണ്ട്. നമ്മൾ സബ്സ്റ്റേഷനിലൊക്കെ യൂസ് ചെയ്യുന്ന എർത്തിങ് ഏതാണെന്ന് ചോദിക്കും. ഓക്കെ, അത് മാറ്റ് എർത്തിങ് ആണ്. പൈപ്പ് എർത്തിങ്, പ്ലേറ്റ് എർത്തിങ്, അങ്ങനെ പോകുന്നുണ്ട്. അപ്പൊ ഒരു കാര്യം പറയാം, എർത്തിങ്ങിന് വേണ്ടിയിട്ട് പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്ന പൈപ്പ് ഏതാണ് എന്നൊക്കെ ചോദിക്കും. ജനറൽ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ കുറച്ച് കൂടുതലുണ്ടെങ്കിലും ഈ പേരൊന്ന് പഠിച്ചു വെച്ചേക്കാം. GI പൈപ്പ്, അല്ലെങ്കിൽ ഗാൽവനൈസ്ഡ് അയൺ കൊണ്ടുള്ള പൈപ്പാണ് നമ്മൾ ജനറൽ ആയിട്ട് ഉപയോഗിക്കുന്നത്. അതല്ലാണ്ട് ഏതൊക്കെയുണ്ട്? ഒരുപാടുണ്ട്. കാസ്റ്റ് ചെയ്യേണ്ടതുണ്ട്, കാസ്റ്റ് ചെയ്യേണ്ട എർത്തിങ് പൈപ്പ് ഉണ്ട്, അങ്ങനെ കുറെ സാധനങ്ങളുണ്ട്. ബേസിക് ആയിട്ട് ഈ കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. നമ്മളൊരു മാർക്കാണ് ലക്ഷ്യം വെക്കുന്നത്. അപ്പൊ എന്താണ്? ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞു പോയാൽ മതിയാവും. ഓക്കെ, കുറച്ച് പ്രൊട്ടക്റ്റീവ് ഡിവൈസിനെ പറ്റിയാണ് നമ്മളിപ്പോൾ അടുത്തതായിട്ട് പറയാൻ പോകുന്നത്. ഒന്ന് ആലോചിക്കുക, ഫ്യൂസ് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഒരു കാര്യം വന്നു കാണും. ഫ്യൂസ് എന്താണ്? ഫ്യൂസ് ഒരു എന്താ പറയാ, നമ്മളിപ്പോൾ പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്നത്, നമ്മുടെ വീട്ടിലൊക്കെ യൂസ് ചെയ്യുന്ന ഫ്യൂസ് ഒരുപാട് ടൈപ്പ് ഫ്യൂസ് ഉണ്ട്. അതിൽ കിറ്റ് കാറ്റ് ഫ്യൂസ് എന്ന് പറയുന്ന ഫ്യൂസാണ് നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ജനറൽ പർപ്പസിനൊക്കെ യൂസ് ചെയ്യുന്നതൊക്കെ നമുക്ക് അറിയാം. ഓക്കെ, ഫ്യൂസ് എന്തിനാണെന്ന് വെച്ചാൽ ഒരു സർക്യൂട്ടിനെ മേക്ക് ചെയ്യാനോ ബ്രേക്ക് ചെയ്യാനോ ഉപയോഗിക്കുന്ന പ്രൊട്ടക്റ്റീവ് ഡിവൈസ് ആണ് ആര്? ഫ്യൂസ്. ദ ഫ്യൂസ് ഈസ് എ പ്രൊട്ടക്റ്റീവ് ഡിവൈസ് യൂസ്ഡ് ടു മേക്ക് ഓർ ബ്രേക്ക് എ സർക്യൂട്ട് എന്നാണ്. മേക്ക് ഓർ ബ്രേക്ക് എ സർക്യൂട്ട് എന്നാണ് പറയുന്നത്. ഈ ഫ്യൂസിനൊരു ഫ്യൂസ് എലമെന്റ് കാണും. പ്രധാനമായിട്ടും ഫ്യൂസ് എലമെന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് സോൾഡർ എന്ന് പറയുന്ന സാധനമായിരിക്കും. ഇത് ലെഡിന്റെയും ടിന്നിന്റെയും അലോയി ആയിരിക്കും. എന്നുള്ള കാര്യം ആലോചിച്ച് വെച്ചേക്കുക. ഒരു മാർക്കാണ്. ഓക്കെ, അപ്പൊ ഫ്യൂസ് എന്ത് ചെയ്യാനാണ്? ഒരു സർക്യൂട്ടിനെ മേക്ക് ചെയ്യാനോ ബ്രേക്ക് ചെയ്യാനോ ഉപയോഗിക്കുന്ന സാധനമാണ്. അത് എന്തിനാണ് കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നതെന്ന് അറിഞ്ഞിരിക്കുക.
ഓക്കെ, കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നതിനാണ് മേക്ക് ചെയ്യാനോ ബ്രേക്ക് ചെയ്യാനാണ്, ഒരു സർക്യൂട്ടിനെ മേക്ക് ചെയ്യാനോ ബ്രേക്ക് ചെയ്യാനാണ്. അതിന്റെ അകത്തൊരു ഫ്യൂസ് എലമെന്റ് കാണും. ഫ്യൂസ് എലമെന്റ് കൂടുതലായിട്ടും ഉണ്ടാക്കിയിരിക്കുന്ന സോൾഡർ എന്ന് പറയുന്ന സാധനം വെച്ചാണ്. ഈ സോൾഡർ എങ്ങനെയാണ് ഉരുത്തിരിഞ്ഞ് എടുക്കുന്നതെന്ന് വെച്ചാൽ ടിന്നിന്റെയും ലെഡിന്റെയും മിക്സിംഗ് വഴിയാണ്. ടിന്നിന്റെയും ലെഡിന്റെയും അലോയ് ആണ് ആരെന്ന് പറയുന്നത്, സോൾഡർ എന്ന് പറയുന്നതെന്ന് ആലോചിച്ച് വെച്ചേക്കുക. ഇനി MCB നമുക്കറിയാം, നമ്മുടെ വീട്ടിലേക്ക് ബ്രേക്കറുകളുടെ അറേഞ്ച്മെന്റ് നിങ്ങൾക്ക് അറിയായിരിക്കും. DB തുറന്ന് നോക്കുമ്പോഴത്തേക്ക് അതിൻ്റെ അകത്ത് കുഞ്ഞു 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 ബ്രേക്കേഴ്സ് കാണും. അതിലെ ഷോർട്ട് സർക്യൂട്ട് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ആളാണ് MCB എന്ന് പറയുന്നത്. MCBയുടെ ഫുൾ ഫോം മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ എന്നാണ്. മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഇവനെ നമുക്ക് സിമ്പിൾ ആയിട്ട് കിട്ടും എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ. എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ, ELCB. എന്താണ് അതിന്റെ പേരിൽ തന്നെ ഉണ്ട്, എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ. ഒന്ന് ആലോചിച്ച് വെച്ചേക്കുക, ഇത് നമ്മുടെ ഫേസ് പോകുന്ന വഴിയാണ്, അല്ലെങ്കിൽ ഫേസ് പോകുന്ന വയറാണ്. ഓക്കെ, അപ്പം ഇതൊരു റോഡാണെന്ന് സങ്കല്പിക്കുക. ഈ റോഡിൽ കൂടെ മാത്രമേ നമ്മളെ വണ്ടി ആയിട്ടുള്ള ഫേസിന് പോകാൻ പറ്റൂ. ഓക്കെ, ഇവൻ ഈ പാത്ത് വിട്ട് നമ്മുടെ നനഞ്ഞിരിക്കുന്ന ഭിത്തിയിലോട്ടോ അങ്ങനെ ഏതെങ്കിലും സ്ഥലത്തോട്ട് ഇറങ്ങുകയാണെങ്കിൽ അപ്പോൾ ആര് പിടിക്കും? ഈ ELCB പിടിക്കുകയും ട്രിപ്പ് ചെയ്ത് നമ്മളെ സർക്യൂട്ടിനെ സേവ് ചെയ്യുകയും ചെയ്യും. അതാണ് ELCB. സിമ്പിൾ ആയിട്ട് പറയാം, സിമ്പിൾ ആയിട്ട് കഥ പോലെ ഓർത്തിരുന്ന ഇതാണ് സാധനം. ഒരു കാര്യം നേരത്തെ പറയാൻ വിട്ടുപോയി, നമ്മൾ ഇൻസുലേറ്റർ പറയുമ്പോൾ PVC പറയായിരുന്നു, പോളിവിനൈൽ ക്ലോറൈഡ് എന്നൊക്കെ നമ്മൾ പറയായിരുന്നു. നമ്മളെ വീട്ടിൽ യൂസ് ചെയ്യുന്ന വയറില്ലയോ, ആ വയറിന്റെ ഇൻസുലേഷൻ കാണുമല്ലോ. ആ ഇൻസുലേഷൻ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? PVC കൊണ്ടാണെന്ന് ആലോചിച്ച് വെച്ചേക്കുക. PVC കൊണ്ടാണെന്ന് ആലോചിച്ച് വെച്ചേക്കുക. ഇനി വലിയ കറണ്ടുകൾ ഏകദേശം 40 ആംപിയർ, അങ്ങനത്തെ 100 ആംപിയർ, അങ്ങനത്തെ വലിയ വലിയ കറണ്ടുകളുണ്ടല്ലോ. ആ വലിയ 40 ആംപിയർ മുതൽ മേളിലോട്ടൊക്കെ ഉള്ള സാധനങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് RCCB, റെസിഡുവൽ കറണ്ട് സർക്യൂട്ട് ബ്രേക്കർ. റെസിഡുവൽ കറണ്ട് സർക്യൂട്ട് ബ്രേക്കർ, റെസിഡുവൽ കറണ്ട് സർക്യൂട്ട് ബ്രേക്കർ. ഇത്രയും കാര്യം ആലോചിച്ച് വെച്ചേക്കുക. ബാക്കി കാര്യം ഇത് തന്നെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അടുത്തതിൽ പഠിക്കുന്നതായിരിക്കും. തൽക്കാലത്തേക്ക് ബൈ.